ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആക്ടിവിറ്റി ടെസ്റ്റിലെ യൂണിറ്റ് 4 സ്റ്റാർ ഇൻ ദ ജാർ എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആക്ടിവിറ്റി നമ്പർ 1, ഗോ ഔട്ട് ആൻഡ് ലുക്ക് അറൗണ്ട്. ഫൈൻഡ് ദ തിങ്സ് വിത്ത് ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്. പുറത്തിറങ്ങി ചുറ്റും നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സവിശേഷതകളുള്ള വസ്തുക്കൾ കണ്ടെത്തി താഴെയുള്ള ബോക്സിൽ എഴുതുക. ഫൈൻഡ് സംതിങ് ദാറ്റ്. നമ്പർ 1 ഈസ് ബ്ലൂ. നീല നിറത്തിൽ വരുന്നത് ഏതാ? സ്കൈ, ആകാശം. നമ്പർ 2 ഹാസ് 4 legs. 4 കാലുകളുള്ളത്. ക്യാറ്റ് എഴുതാം, ഡോഗ് എഴുതാം, ടേബിൾ എഴുതാം, ചെയർ എഴുതാം. നമ്പർ 3 ഈസ് റൗണ്ട്. റൗണ്ടിൽ ഉള്ളത്. ബോൾ, കോയിൻ, ഓറഞ്ച്. നമ്പർ 4 സ്മെൽസ്. ആൻസർ ഫ്ലവർ, പെർഫ്യൂം. നമ്പർ 5 ഹാസ് റൗണ്ട് ഐസ്. റൗണ്ട് കണ്ണുകളുള്ളത്. ആൻസർ ഈസ് ഔൾ, കാറ്റ്, ഡോൾ. നമ്പർ 6 ഈസ് യെല്ലോ. ഇവിടെ ചെയ്യേണ്ടത് യെല്ലോ നിറത്തിൽ വരുന്ന നിങ്ങൾ കണ്ട കാര്യങ്ങളാണ് എഴുതേണ്ടത്. ബനാന, സൺ, ഫ്ലവർ. നമ്പർ 7 ഗ്ലിറ്റേഴ്സ്. തിളങ്ങുന്ന വസ്തുക്കൾ. സ്റ്റാർസ്, ഓർണമെന്റ്സ്. നമ്പർ 8 ഹാസ് എ ലോങ് ടെയിൽ. നീണ്ട വാലുള്ളത്. മങ്കി. നമ്പർ 9 ഹോപ്സ്. ചാടുന്നത്. റാബിറ്റ്, ഫ്രോഗ്. നമ്പർ 10 ക്ലൈംസ് ട്രീസ്. മരത്തിൽ കയറുന്നത്. മങ്കി, സ്ക്വിറൽ, കാറ്റ്. ആക്ടിവിറ്റി നമ്പർ 2, ഡു യു ഹാവ് എ ട്രഷർ? നിങ്ങൾക്ക് നിധിയുണ്ടോ? വാട്ട് ഈസ് ദാറ്റ്? എന്താണത്? ഡ്രാ ഇസ് പിക്ചർ ബിലോ ആൻഡ് റൈറ്റ് അബൌട്ട് ദാറ്റ്. താഴെ അതിൻ്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുക. നിങ്ങളിവിടെ നിങ്ങളുടെ നിധിയായിട്ട് എന്താണോ കരുതുന്നത് അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഞാനിവിടെ മാതൃകയായിട്ട് ടെഡി ബെയറിനെ കുറിച്ചാണ് എഴുതുന്നത്. മൈ ട്രഷർ ഈസ് എ ടെഡി ബെയർ. ഈ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ടെഡി ബെയറിൻ്റെ ചിത്രം വരയ്ക്കുക, നിറവും നൽകുക. ഈ ഭാഗത്ത് ടെഡി ബെയറിനെ കുറിച്ച് എഴുതുക. മൈ ട്രഷർ ഈസ് എ ടെഡി ബെയർ. എൻ്റെ നിധി ഒരു ടെഡി ബെയറാണ്. മൈ ഫാദർ ഗേവ് ഇറ്റ് ടു മീ. എനിക്ക് അത് എൻ്റെ അച്ഛൻ തന്നതാണ്. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് ബ്രൗൺ ഇൻ കളർ. അത് വളരെ മൃദുവും ബ്രൗൺ നിറത്തിലുള്ളതുമാണ്. ഇറ്റ് ഹാസ് ബിഗ് റൗണ്ട് ഐസ്. അതിന് വലിയ ഉരുണ്ട കണ്ണുകളുണ്ട്. ഐ ഹഗ് ഇറ്റ് എവരി ഡേ. എല്ലാ ദിവസവും ഞാൻ അതിനെ ഹഗ് ചെയ്യും. ഐ സ്ലീപ്പ് വിത്ത് ഇറ്റ് എവരി നൈറ്റ്. ഞാൻ ഓരോ രാത്രിയും അതിനൊപ്പം ഉറങ്ങുന്നു. ഐ ലവ് ഇറ്റ് വെരി മച്ച്. ഞാൻ അതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആക്ടിവിറ്റി നമ്പർ 3 ട്രഷർ ഹണ്ട്. നിധിവേട്ട. ഇതൊരു ഗെയിമാണ്. നിധി തേടിയുള്ള യാത്രയാണ്. ട്രഷർ ഹണ്ട് എങ്ങനെ ചെയ്യാം? ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള വഴികളും അതിനോട് ചേർന്നുള്ള നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക. ഓരോ നിർദ്ദേശവും പാലിക്കുമ്പോൾ നിങ്ങൾ ഓരോ അക്ഷരത്തിൻ്റെ അടുത്ത് എത്തും. സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് തുടങ്ങുക. അവിടെ ആദ്യം കാണുന്ന നിർദ്ദേശം ക്രോസ് ദ റിവർ. പുഴ കടക്കുക എന്നതാണ്. പുഴ കടന്നാൽ സി എന്ന അക്ഷരത്തിൻ്റെ അടുത്താണ് എത്തുന്നത്. അവിടെ നിർദ്ദേശം കളർ ദ ലെറ്റർ ആൻഡ് ടേൺ ലെഫ്റ്റ്. അക്ഷരത്തിന് നിറം നൽകി ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിയുമ്പോൾ എ എന്ന അക്ഷരം കാണാം. അവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസ് കളർ ദ ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ്. എ എന്ന ലെറ്ററിന് നിറം നൽകി വലത്തോട്ട് തിരിയുക. അടുത്ത് കാണുന്നത് എൻ എന്ന ലെറ്ററാണ്. എൻ എന്ന ലെറ്ററിന് അടുത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? കളർ ദ ലെറ്റർ ആൻഡ് ഗോ സ്ട്രൈറ്റ്. എൻ എന്ന ലെറ്ററിന് നിറം നൽകി സ്ട്രെയിറ്റ് ആയിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് കാണുന്നത് ഡി എന്ന ലെറ്ററാണ്. അതിനടുത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? കളർ ദ ലെറ്റർ ആൻഡ് ടേൺ റൈറ്റ്. ഡി എന്ന ലെറ്ററിന് നിറം നൽകി റൈറ്റിലോട്ട് തിരിയാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റിലോട്ട് തിരിഞ്ഞു വരുമ്പോൾ കാണുന്ന ലെറ്റർ എൽ. അതിനടുത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? കളർ ദ ലെറ്റർ ആൻഡ് ഗോ ഫോർവേഡ്. എൽ എന്ന ലെറ്ററിന് നിറം നൽകി മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അടുത്ത് കാണുന്ന ലെറ്റർ ഏതാ? ഇ. കളർ ദ ലെറ്റർ. നിർദ്ദേശം എന്താ എഴുതിയിരിക്കുന്നത്? കളർ ദ ലെറ്റർ. ആ ഇക്കും നിറം നൽകി ഫിനിഷ് പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കും? ക്യാൻഡിൽ. അപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധി എന്താണ്? ക്യാൻഡിൽ. ഫിനിഷ് പോയിന്റിൽ എത്തിയതിനു ശേഷം മുകളിൽ എഴുതാനുണ്ട്. എന്താണ് എഴുതേണ്ടത്? റൈറ്റ് ദ ലെറ്റേഴ്സ് കളേർഡ് ഇൻ പ്രോപ്പർ ഓർഡർ. കളർ ചെയ്ത ലെറ്റേഴ്സ് ശരിയായ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാം.
ആൻസർ ഈസ് കാൻഡിൽ, മെഴുകുതിരി. അപ്പോൾ ബോയ് കണ്ടുപിടിച്ച നിധി കാൻഡിൽ. ആക്ടിവിറ്റി നമ്പർ 4. കളർ ദ ഷേപ്സ് വിത്ത് നമ്പേഴ്സ് ഇൻ ദം. അക്കങ്ങൾ രേഖപ്പെടുത്തിയ രൂപങ്ങൾക്ക് നിറം നൽകുക. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. താഴെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. 1 ഗ്രീൻ, 2 യെല്ലോ, 3 ലൈറ്റ് ബ്ലൂ, 4 ഡാർക്ക് ബ്ലൂ. യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ട്രഷർ. നിങ്ങൾക്ക് മനോഹരമായ ഒരു നിധി കിട്ടും. ഇവിടെ നൽകിയിട്ടുള്ള 1, 2, 3, 4 നമ്പേഴ്സിനെ പറഞ്ഞിട്ടുള്ള നിറങ്ങൾ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായ പീകോക്ക് ഫെദർ ലഭിക്കും. ആക്ടിവിറ്റി നമ്പർ 5. ഗോ ഔട്ട് ആൻഡ് വാച്ച് ദ തിങ്സ് അറൗണ്ട് യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിന് പുറത്തിറങ്ങി ചുറ്റും കാണുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കുക. ചെക്ക് ദ ലിസ്റ്റ് ആൻഡ് മാർക്ക് ദ തിങ്സ് യു ഹാവ് സീൻ ദെയർ. നിങ്ങൾ അവിടെ കണ്ട വസ്തുക്കൾ താഴെയുള്ള ലിസ്റ്റിലുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് നൽകുക. താഴെയുള്ള ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കാം. സ്പാരോ, സ്വിംഗ്, ഹണിബി, ട്രീ, ബട്ടർഫ്ലൈ, ക്ലൗഡ്. ബൈക്ക്, ബൈസൈക്കിൾ, ക്രോ, ആൻറ്റ്, ഫ്ലവർ, ലീഫ്, പാരറ്റ്, കാറ്റർപില്ലർ, ഫെദർ, സ്പൈഡർ വെബ്, വാട്ടർ, റെയിൻബോ, ലേഡി ബഗ്, സീസോ. ഈ ലിസ്റ്റിലുള്ളതിൽ നിങ്ങൾ ഏതൊക്കെയാണോ കണ്ടത് അതിനൊക്കെ ടിക്ക് മാർക്ക് നൽകുക. ആക്ടിവിറ്റി നമ്പർ 6. ലക്കി മെറ്റ് അബി ഹിസ് ഫ്രണ്ട്. അബി സോ ദ ട്രഷർ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അബി ആൻഡ് ലക്കി. ലക്കി തൻ്റെ കൂട്ടുകാരനായ അബിയെ കണ്ടു. അബി നിധി കണ്ടു. അബിയും ലക്കിയും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക. അബി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ലക്കി, ഇറ്റ് ഈസ് എ ട്രഷർ. ഇതൊരു നിധിയാണ്. അബി, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്? മറുപടി ലക്കി പറയുകയാണ്, ഐ ഗോട്ട് ഇറ്റ് ഇൻ ദ ഗാർഡൻ. എനിക്കിത് ഗാർഡനിൽ നിന്നാണ് കിട്ടിയത്. അബി ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ ടോയ്? ഇത് നിന്റെ ടോയ് ആണോ? ലക്കി എന്ത് പറയും? നോ, ദിസ് ഈസ് നോട്ട് മൈ ടോയ്. ഇല്ല, ഇത് എൻ്റെ ടോയ് അല്ല എന്ന് പറയും. ആക്ടിവിറ്റി നമ്പർ 7. റീഡ് ദ റിഡിൽസ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. കടങ്കഥകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക. മേക്ക് എ റിഡിൽ ഓൺ ദ ഗിവൺ പിക്ചർ. തന്നിരിക്കുന്ന ചിത്രത്തെക്കുറിച്ച് കടങ്കഥ ഉണ്ടാക്കുക. ഫസ്റ്റ് റിഡിൽ നോക്കാം. ഇറ്റ് ഈസ് എ ബേർഡ് ബട്ട് ഇറ്റ് കാൺ ഫ്ലൈ. ഇതൊരു പക്ഷിയാണ്, പക്ഷേ ഇതിന് പറക്കാൻ കഴിയില്ല. എന്താ? ആൻസർ ഈസ് പെൻഗ്വിൻ. നെക്സ്റ്റ് റിഡിൽ നോക്കൂ. ഇറ്റ് ഹാസ് 4 legs ബട്ട് ഇറ്റ് കാൺ വാക്ക്. ഇതിന് 4 കാലുകളുണ്ട്, പക്ഷേ ഇതിന് നടക്കാൻ കഴിയില്ല. ഏതായിരിക്കാം ആൻസർ? ആൻസർ ഈസ് ടേബിൾ. അടുത്ത റിഡിൽ നോക്കാം. ഐ ഹാവ് 3 leaves ബട്ട് ഐ ആം നോട്ട് എ ട്രീ. എനിക്ക് 3 ലീവ്സ് 3 ഇലകളുണ്ട്, പക്ഷേ ഞാൻ എന്താണ്? ഒരു മരമല്ല. എന്താണ് ആൻസർ? ആൻസർ ഈസ് ഫാൻ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം ഏതിൻ്റെയാണ്? ബാറ്റ്, വവ്വാലാണ് അല്ലേ? വവ്വാലിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ബാറ്റിനെ കുറിച്ച് റിഡിലുണ്ടാക്കാം. ഐ ഫ്ലൈ അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയിൽ പറക്കും. ഐ എം നോട്ട് എ ബേർഡ്. ഐ സ്ലീപ്പ് അപ്സൈഡ് ഡൗൺ. ഞാനൊരു പക്ഷിയല്ല, ഞാൻ തലകീഴായിട്ട് ഉറങ്ങും. ആൻസർ മനസ്സിലായല്ലോ? ബാറ്റ്. ചിത്രത്തിനനുസരിച്ച് നാം റിഡിൽ ഉണ്ടാക്കി. സ്റ്റാർ ഇൻ ദ ജാർ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ബാക്കി വരുന്ന ആക്ടിവിറ്റികൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.